ഹൊസങ്കടി ആനക്കാൽ റോഡിൽ കുന്നിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ഇനിയും നടപടിയില്ല. മണ്ണും മരങ്ങളും റോഡിനോട് ചേർന്ന് കിടക്കുന്നത് ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് വലിയ വിലങ്ങും വെല്ലുവിളിയുമായി മാറുകയാണ്. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ മഞ്ചേശ്വരം താലൂക്കിലെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുകയാണ്. ഹൊസങ്കടി ആനക്കൽ റോഡിൽ കുന്നിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ഇതുവരെയായും അധികൃതർ തയ്യാറായിട്ടില്ല. കുന്നിൻ മുകളിൽ നിന്നും ഒലിച്ചുവന്ന മണ്ണും മരങ്ങളുമെല്ലാം റോഡിനോട് ചേർന്ന് കിടക്കുന്നത് ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തെ സാരമായി ബാധിക്കുന്നു. ഹൊസങ്കടിയിൽ നിന്നും കർണാടകയിലെ സാലത്തൂർ, വിട്ല, പുത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന പാതയിലെ മണ്ണിടിച്ചിൽ യാത്രക്കാരിൽ പലതരത്തിലുള്ള ആശങ്കകളും ഉളവാക്കുന്നു. ഇതോടൊപ്പം റോഡ് വലിയ തോതിൽ തകർന്നു കിടക്കുന്നത് യാത്രാ ദുരിതം ഇരട്ടിപ്പിക്കുന്നു. വോർക്കാടി, പൈവളികെ, പുത്തിക ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിലാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഹൊസങ്കടി ആനക്കല്ല് PW റോഡിൽ മണ്ണിടിഞ്ഞുകൊണ്ട് നിരന്തരമായി വാഹന ഗതാഗതം തടസ്സപ്പെടുകയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് പോലും ഇതേപോലെ മണ്ണിടിഞ്ഞ് വീണതാണ്. ഈ മഴക്കാലത്ത് പോലും മണ്ണിടിഞ്ഞ് വീണ് ഏകദേശം 2 മാസം മുമ്പ് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം അവിടെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതവണ അധികാരികൾക്കും PW ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയിട്ട് പോലും യാതൊരു പ്രയോജനമില്ല. ആ മണ്ണ് നീക്കാനുള്ള ശ്രമം ഇതുവരെ നടത്തിയില്ല. ദിവസേന ആയിരക്കണക്കിന് വെഹിക്കിളാണ്, വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ് ഇതുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടതുകൊണ്ട് വാഹന സഞ്ചാരം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനെ ബന്ധപ്പെട്ട അധികൃതർ ഈ ഒരു മണ്ണ് നീക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. നന്താരപ്പദവ് തിരുവനന്തപുരം മലയോര ഹൈവേയിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന ചേവാർ, എടപ്പറമ്പ് റീച്ചിൽ, കളായി, അങ്കടിമുഖർ, ബാഡൂർ, ഓണിബാഗിൽ, ബാക്രബയിൽ, സാലത്തൂർ റോഡിലെ ബാക്രബയിൽ ജംഗ്ഷൻ മുതൽ കടമജൽ വരെയും, പൊയ്യത്തുബയൽ റോഡിലെ കെതക്കാർ എന്നിവിടങ്ങളിലും മറ്റു പൊതുമരാമത്ത് ഗ്രാമീണ റോഡരികിലുമാണ് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുന്നത്. ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാനും ഇടിയാൻ പാകത്തിലുള്ള മണ്ണുയർത്തുന്ന ഭീഷണി ഒഴിവാക്കാനും അടിയന്തര ഇടപെടലും നടപടിയും വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.